എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് വേറെ ഒന്നുമില്ല, സിമ്പിളുമാണ്. എങ്ങനെ നമ്മുടെ ബയോളജി എക്സാമിന് മാക്സിമം സ്കോർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ബയോളജി പോയിട്ട് ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്റ്റ് ഉണ്ടല്ലേ, ഇത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അറിഞ്ഞിരിക്കണം, കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. ഇത് ഇത്രയും നമ്മൾ ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് എന്തായിരുന്നാലും അതിൽ നല്ല മാർക്സ് എന്തായിരുന്നാലും കിട്ടും. പക്ഷേ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് എപ്പോഴും ബയോളജി ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ബയോളജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഔട്ട് ഓഫ് 360 നമ്മൾ ചെയ്യുന്നത് അല്ലേ, നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ബാക്കിയെല്ലാം 180 നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും തന്നെ 90 ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ അറിയാം 50% നമ്മൾ എത്ര പെർസെൻറ്റേജ് അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൽ സ്കോർ ചെയ്യാന്നുള്ളത് അത് ശരിക്കും ഒരു ടാസ്കി ആയിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷേ എന്നാൽ അതൊരു ടാസ്കി ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിന് എന്തൊക്കെ വഴികൾ നമുക്ക് യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ എൻ്റെ മുൻപത്തെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. എൻ്റെ അടുത്ത് അത് ശരിക്കും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. എൻ്റെ അടുത്ത് ഒരുപാട് പേര് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് NCERT ലൈൻ ബൈ ലൈനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത്. അതെനിക്കും തോന്നി വളരെയധികം നല്ലതായിട്ട് തോന്നി. കാരണം പഠിപ്പിക്കാനായിട്ട് എല്ലാവർക്കും കഴിയും, പക്ഷേ അത് അത്രയും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് പഠിപ്പിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിയണമെന്നില്ല. പക്ഷേ എനിക്കത് ബെറ്ററായിട്ട് തോന്നി. കാരണം എല്ലാവർക്കും ബയോളജി NCERT ലൈൻ ബൈ ലൈൻ പഠിക്കുന്നത് ആയിരിക്കും അവർക്കും വേണ്ടത് എന്ന് എനിക്ക് തോന്നി. ഒരുപാട് പേര് അത് റിക്വസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇരുന്ന് കാണാൻ കഴിയും. ഞാൻ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോഴേ പറയുന്നുണ്ട്. കുറച്ച് ചാപ്റ്റേഴ്സേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ആ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാ NCERT ലൈനും കവർ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം അടുത്തടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കുത്തിയിരുന്ന് അത് കാണാനൊന്നും കഴിയത്തൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഇരുന്നത് കണ്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ക്വിക്ക് റിവിഷൻസും ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് NCERT കവറേജ് ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പോയിന്റ്സ്, നിങ്ങളിപ്പോൾ NCERT അല്ല വേറെ ഏതെങ്കിലും ബുക്ക് വായിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ്സ് എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾ വേറെ പേപ്പറിൽ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ ആ ബുക്ക് നോക്കി തന്നെ പഠിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ NCERT ആ ബുക്കിൽ ആ ടോപ്പിക്ക് വരുന്ന എവിടെയാണോ അവിടെ എഴുതി വയ്ക്കുക. പെൻസിലോ പേനയോ കൊണ്ട് എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ദിവസം റിവൈസ് ചെയ്യുമ്പോഴത്തെ നോക്കുമ്പോഴത്തേനും നിങ്ങളുടെ കണ്ണിൽ അത് പെടും. നിങ്ങൾ വേറെ ബുക്കിലോ പേപ്പറിലോ ഒക്കെ എഴുതി വെക്കുകയാണെങ്കിൽ എന്തായിരുന്നാലും നിങ്ങൾ മിസ് ചെയ്യും, അത് ഉറപ്പാണ്. അതൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നമുക്ക് NCERT വായിക്കുക, അതായത് നമ്പർ ഓഫ് ടൈംസ് കൂട്ടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതിൽ നിന്ന് ഏത് സെൻറ്റൻസുകൾ വേണോ എടുത്ത് അവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഇടുന്നവരൊന്നും നമ്മൾക്ക് ഫേവർ ചെയ്തിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല എന്ന് ചിന്തിച്ച് അവരെവിടെയാണോ നമ്മൾ കൂട്ടാൻ നോക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ NCERT ഫുൾ വായിക്കുക എന്നുള്ളതാണ്. അതിന് നമ്പർ ഓഫ് ടൈംസ് കൂട്ടുക, നമ്പർ ഓഫ് ടൈംസ് വായിക്കുന്നത് കൂട്ടുക. അപ്പോൾ അങ്ങനെയാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനമായിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ NCERT ലൈൻ ബൈ ലൈൻ വായിച്ചു. NCERT ലൈൻ ബൈ ലൈൻ വായിച്ചെന്ന് പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് MCQസിൽ അത് ചെയ്യണമെന്ന് നമുക്ക് ഉണ്ടാവണമെന്നില്ല, ആ കഴിവ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവണമെന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വായിക്കുമ്പോഴത്തേനും ചിലപ്പം തോന്നും കേട്ടോ, ഇതെനിക്കറിയാം എന്നുള്ള പോയിന്റ്സുകളാണ്, ഇവിടെയൊക്കെ എനിക്കറിയാം എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ ഇതേ സെയിം സംഭവം തന്നെ നിങ്ങൾ MCQ ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇതാണോ ആൻസർ, അതാണോ, A ആണോ B ആണോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ
പെർഫെക്റ്റ്ലി അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് ആരും ലൈൻ ബൈ ലൈൻ NCERT MCQs ഒന്നും ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ലൈൻ ബൈ ലൈൻ NCERT ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ MCQs എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ടും സമയത്തിൻ്റെ കുറവ് മൂലം കൊണ്ടും എനിക്കത് കഴിഞ്ഞില്ല. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോഴത്തേനും ഞാൻ ഒരുപാട് ബയോളജിയുടെ ബുക്സുകൾ റെഫർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നോക്കിയപ്പോഴത്തേനും ലൈൻ ബൈ ലൈൻ NCERT ആയിട്ട് ഞാൻ ഒരിടത്തും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. യെസ്, പക്ഷേ ഒരുപാട് നല്ല നല്ല ബുക്സുകളും ഉണ്ട്, അങ്ങനെയല്ല. പക്ഷെ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ആപ്പ് ഞാൻ ഇടയ്ക്ക് കണ്ടതാണ്, Memoneet എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആപ്പ് എന്ന് പറയുന്നത് ശരിക്കും പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാകും, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഇവിടെ നോക്കിക്കൊള്ളാം, ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ Memoneet ആപ്പ് എന്ന് പറയുന്നത് അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ബയോളജിയാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവരുടെ ആ ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാം എല്ലാ ചാപ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. +1 +2 എന്ന് പറഞ്ഞിട്ട് എല്ലാ ചാപ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ ചാപ്റ്റേഴ്സിൽ തന്നെ 500 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 500 കുറവാണ്, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് NCERT നിങ്ങളൊരു പാരഗ്രാഫ് കാണുന്നുണ്ട് കേട്ടോ, ആ പാരഗ്രാഫിൻ്റെ തന്നെ അവർ MCQസും മാച്ച് ദ ഫോളോയിങ്ങും അതുപോലെ പല ഡയഗ്രാംസുകളും ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കത് കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഞാൻ അങ്ങനെ ഒരിടത്തും കണ്ടിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ സംഭവങ്ങളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംഭവം ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ക്വസ്റ്റ്യൻസ് ഞാൻ കുറേ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ അതിനകത്ത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ അവർക്ക് കുറേ പോയിന്റ്സുകൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതും NCERT ബേസ്ഡ്. ഒരു പോയിന്റ്സ് പോലും NCERTന്ന് പുറത്തുനിന്നില്ല. NCERT ബേസ്ഡ് ആയിട്ട് തന്നെ അവർ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനും കൂടെ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എല്ലാം കൂടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ മിനിമലായിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേറെ അങ്ങനെ ഒന്നും കണ്ടുപിടിക്കാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ MCQs എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓബിയസ്ലി നിങ്ങൾക്ക് 320 എബോ എന്തായിരുന്നാലും മേടിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റും. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന എൻ്റെ ഒരു ഗ്യാരണ്ടിയാണ്. കാരണം എനിക്ക് അത്രയും ഉറപ്പ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ആപ്പ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലോട്ട് പോവുക, എന്നിട്ട് Memoneet എന്ന് ടൈപ്പ് ചെയ്യുക. ആ ആപ്പ് വരും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേനും ബാക്കി എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. നിങ്ങൾക്ക് അതിനകത്ത് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും. ഈ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അതിൽ ഒരു ഫുൾ കണ്ടന്റ് അവർ അവൈലബിൾ ആക്കിയിട്ടില്ല. ഫുൾ കണ്ടന്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പ്രൊഫൈൽ എടുത്തിട്ട് പർച്ചേസ് ഓൾ കണ്ടന്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അവരുടെ ശരിക്കുള്ള പാക്കേജ് എന്ന് പറയുന്നത് 1099 റുപ്പീസാണ്. പക്ഷെ അതെനിക്ക് വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം അവരുടെ കണ്ടന്റ് അത്രയും നല്ലതാണ്. അപ്പോൾ 1099 റുപ്പീസാണ് അവരുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. എൻ്റെ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 899 റുപ്പീസിന് നിങ്ങൾക്ക് ആപ്പ് അതിൽ പർച്ചേസ് കണ്ടൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. എൻ്റെ കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് Quarantine15 എന്നാണ്, 15 Quarantine15 എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 899 റുപ്പീസിന് നിങ്ങൾക്ക് അത് കിട്ടും. ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം അവൈലബിൾ ആണ്. പ്ലസ് നിങ്ങൾക്ക് അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അക്കൗണ്ട് നമ്പർ എല്ലാം അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അവരുടെ ഓരോ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എല്ലാ ഡയഗ്രാംസും മാച്ച് ദ ഫോളോയിങ്സും ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ NCERT ബേസ്ഡ് ആണ്, എല്ലാത്തിൽ നിന്നും ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം MCQs നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചെയ്തിട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ 100% ഷുവറാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും 320 എബോവ് മാർക്സ് നിങ്ങൾക്ക് 100% ആയിട്ടും കിട്ടും. ഞാൻ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ഇതൊന്ന് നോക്കി നോക്കുക. കാരണം ഞാൻ ചുമ്മാ വന്നിട്ട് ഞാൻ നിങ്ങളത് പറഞ്ഞിട്ട് പോകുന്നതല്ല, ശരിക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളത് വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം നിങ്ങളെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. എനിക്ക് ഒരുപാട് ഡൗട്ട്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ടൈം എനിക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയൊക്കെ പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ശരി, ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.